അതിന് ശരിക്കും റൂയിമോൾക്ക് പനിയായി. ഇന്നലൊക്കെ നല്ല പനിയായിരുന്നു. ഇപ്പോഴും ശരിയായിട്ടില്ല. ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ട് ഭക്ഷണമൊന്നും ഇപ്പോൾ കഴിക്കണില്ല. ഇന്നലെ ഛർദ്ദിച്ചു. അപ്പോൾ ഞാൻ വീഡിയോയിൽ റൂഹിമോളെ ഇട്ടിട്ട് കുറേ ആൾക്കാർ പിരാകുന്നുണ്ടാവും. കുറേ ആൾക്കാർ വീഡിയോയിൽ റൂഹിനെ കാണിച്ചുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് റൂഹിക്ക് പനി വന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും എന്നോട്. എന്താ പറയുക, ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഞാനങ്ങനൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. കണ്ണേറെന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനൊക്കെ നമ്മൾ ഓരോന്നും ചൊല്ലി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ റോയിക്ക് പനി വരാനുള്ള സമയമായപ്പോൾ റോയിക്ക് പനി വന്ന് അല്ലേ? ആ എവിടേക്ക് പോകണം? അപ്പമ്മാൻ്റെ സ്കൂളിൽ കഴിഞ്ഞിട്ട് അല്ല, സ്കൂളിൽ പോകണില്ല. സ്കൂളിൽ കഴിഞ്ഞിട്ട് പപ്പമ്മാൻ്റെ വീട്ടിൽ പോകണമെന്ന് ചോദിക്കുന്നത്. അത് അനിയത്തിൻ്റെ വീട്ടിലേക്ക്, അനിയത്തിൻ്റെ അമ്മായിമ്മനെ മക്കളൊക്കെ വിളിക്കുന്നത് പപ്പമ്മ എന്നാണ്. പപ്പമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം. ഇപ്പം അനിയത്തിൻ്റെ വീട്ടിലാണ്, അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം അവിടേക്ക് പോകാമെന്ന് പറയുന്നത്. വയ്യേ? ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാവുമല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. റൂയി ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പറയും, റൂയി മോൾക്ക് പാവാണ്, വെയ്യാണ്ടായിപ്പോയി എന്ന്. ചോറേറ്റേ? ദോശ ഏറ്റേ? ഒന്നും വേണ്ട? വേണ്ട, പോരെ. പനി വന്നാലും വേണ്ടില്ല, സ്കൂൾക്ക് പോകാഞ്ഞാൽ മതി അല്ലേ? എടങ്ങറായാലും വേണ്ടില്ല, സ്കൂൾക്ക് പോകാഞ്ഞാൽ മതി അല്ലേ? വേണ്ട. 2 ദിവസം മുമ്പ് വയ്യായിരുന്നു. കണ്ണിലൊക്കെ പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു, കുരുവൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഓയിൽമെൻ്റൊക്കെ ഉണ്ടായിരുന്നു, മരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പനിയാണ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു വീഡിയോക്ക് തൊട്ട് മുമ്പെടുത്തുള്ള വീഡിയോസാണ് കേട്ടോ, പനി വരുന്നതിന് മുമ്പുള്ള വീഡിയോസ്. അപ്പോൾ കുറച്ച് ദിവസം ഇനിയിപ്പോൾ റോഹിനെ കാണിക്കണ്ട എന്നാണ് വിചാരിക്കുന്നത്. റോഹിനെ കാണിച്ചുകൊണ്ട് പനി പിടിച്ചതൊന്നുമല്ല കേട്ടോ. ഡോക്ടറാ? പിച്ചില്ല. സ്റ്റിക്കർ ഇതൊക്കെ എങ്ങനെ പഠിച്ചത്? ആരാ സ്റ്റിക്കർ ഒട്ടിച്ചത്? അതെന്താ സാധനം? മരുന്ന് ഇങ്ങനെ പൊട്ടിച്ചെലിക്കില്ല. ഈ ഒരു ടാബ്ലറ്റ് നല്ല രസമുണ്ട്. എല്ലാതും ചെറുതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, പക്ഷെ ടാബ്ലറ്റ് വലിയതാണ് കൊടുത്തത്. അഥവാ ഇത് ചെറുത് കൊടുത്താൽ ചിലപ്പോൾ കുട്ടികളുടെ ശരിക്കുള്ള ടാബ്ലറ്റ് വിചാരിച്ചിട്ട് കുടിച്ചാലും വിചാരിച്ചിട്ടോ. ഓക്കെ, മന കൈമൽ പനിയുണ്ട്. പനി അതൊരു ചെക്ക്. റൂയിനെ നോക്കണത്. ഇമ്മാക്ക് പനി ഉണ്ടാകുമ്പോൾ റൂയിനെ നോക്കുക. റൂയിന് ആർക്കാ പനി? ഇമ്മാക്കാണോ റൂയിക്കാണോ? റൂയിക്കാ ഭയങ്കര ഇഷ്ടമാണ് പനി. ഇപ്പം വെയ്യാണ്ടായില്ല. മുഖം നോക്കട്ടെ റൂയിൻ്റെ. പൂർവ്വ നിൽക്കണ കഴിഞ്ഞോ? എടുത്ത ശരി. റൂയിൻ്റെ പേരെന്താണ്? ഏത് ഡോക്ടർ എന്താണ് പേര്? സിസ്റ്ററാണ് റൂയി. ബൈ. റൂഹി, ഇതാരാ ഫ്ലവർ എന്നത്? ആരെയാ? അവര് പേരെന്താ അറിയില്ല. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് റൂമിലുള്ള നമ്മുടെ നെയ്ബർ കൊടുത്തട റൂഹിക്ക്. റൂഹി, ആ ഫ്ലവർ പിടിച്ചിട്ട് സ്കൂളിൽ പോണേ. അവരെ പേരെന്താ? ദീദി. ഇവിടെ ഇരിക്കേ. എന്നാ ഇവിടെ റോയിക്കുന്ന ഫുഡ്. റോയിക്കുന്ന ബാഗില്ല അങ്ങോട്ടൊക്കെ. കിറ്റ് സ്പൈഡർമാൻ ബാഗ് വേണ്ട, അത് സ്കൂളിൽ പോകുമ്പോഴല്ലേ. റോയിന്ന് സ്കൂൾക്ക് ഡാൻസിനാ പോണത്, പഠിക്കാനല്ല. നിങ്ങൾ വെള്ളയും ബ്ലാക്കും ആണ്. ഞാൻ നോക്കണേ. നമ്മൾക്ക് ഭയങ്കര മനപ്പൊരുത്തടുന്നു. വേണ്ടിണ്ടായില്ലേ വെള്ളയും ബ്ലാക്ക് ഇടാന്? വേറെ എന്തെങ്കിലും ഇട്ടാൽ മതിയായിരുന്നില്ലേ? നമ്മളെപ്പോഴും മാച്ചിങ് ആയിട്ട്. നിങ്ങൾ ഗ്രീൻ ഇടുന്ന സമയത്ത് ഞാൻ ഗ്രീൻ ആയിരിക്കും,
അറ്റ്ലീസ്റ്റ് ഷോ ആ പിന്നെ ഞാൻ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ അടക്കുക റൂയി ഒന്നും ഇടുവെക്കടോ റൂയി മോളെ നമ്മളെ വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്കില്ലേ യൂട്യൂബ് ഐഷാസ് കിച്ചൻ യൂട്യൂബില് ഇട്ട് നോക്ക് എല്ലാവരും പറയുന്നത് റൂയി മോള് ഭയങ്കര ഇഷ്ടമാണല്ലോ റൂയിനെ നല്ല ഇഷ്ടമാണെന്ന് അവർക്ക് ഇങ്ങോട്ട് നോക്ക് അല്ല റൂഹിനെ മുള്ളിണ്ടോ ഇല്ല ഇത് ഞാൻ ആർക്കാ കൊടുക്ക റൂഹി എവിടക്കാ പിന്നെ പോണ്ടത് ഓക്കെ അവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ അതോ എന്താ അവിടെ സ്പോർട്സ് ഉണ്ടെന്ന് തോന്നുന്നു എന്താ പ്രോഗ്രാം Oh, no. Very unlucky. From parents, come on. എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടല്ലോ One rose for both of us. Thank you. With right hand. അയ്യോ ഇല്ല മാറി വരുന്നുണ്ട് അയ്യാൻ Say good morning. അവിടുന്ന് നേരെ നമ്മൾ വീട് പണി നടക്കുന്നിടത്തേക്ക് പോവാണ് ഇന്ന് നമ്മൾ എഞ്ചിനീയറും ആർക്കിടെക്റ്റും ഒക്കെ വരുന്നുണ്ട് മുറ്റം പണീൻ്റെ കുറച്ച് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനുണ്ട് അതിനായിട്ട് നിങ്ങൾ തൊപ്പിയുടെ തൊപ്പിയിട്ടില്ലെങ്കിൽ അല്ല ഞാനല്ല തൊപ്പിയിട്ടില്ലെങ്കിൽ വീഡിയോ കൊടുക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് പറയാം കൊടുക്കണ്ട കേട്ടോ നിങ്ങൾ എനിക്കറിയിടല്ലേ ഇതൊക്കെ പുല്ലൊക്കെ വെട്ടി ശരിയാക്കിയിട്ടുണ്ട് എന്തായിരുന്നു കാട് ഇവിടെയൊക്കെ കാടൊക്കെ പോയി ഇവിടത്തൊക്കെ വെട്ടി ജസ്റ്റ് ഇതേ ഒരേ ലെവലിലായി കിട്ടുകയാണെങ്കിൽ അന്നേരം രാവിലെ ഒരു വരെയാണ് നമുക്ക് അടുത്തുള്ള ഇവിടെ അൻവറൊക്കെ കൂളാണ് അൻവറ കുഴപ്പമൊന്നുമില്ല അതിനും കൂടി നോക്കിയതിന് ശേഷം ചെറിയ പോർഷൻ എന്തായാലും വീടിൻ്റെ സൈഡിലൂടെ ഒരു ചെടി പോയിട്ടുണ്ടോ വീട്ടിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് വൈറ്റ് കോട്ടിങ് 2-3 കോട്ടിങ് അടിച്ചിട്ടുണ്ട് ഡോറിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അകത്ത് പോയി നോക്കട്ടെ ഇവർ ഇവിടെ ഗേറ്റിൻ്റെ പണി നടന്നുകൊടുക്കുകയാണ് മീൻസ് ഗേറ്റിൻ്റെ പണിക്കായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എവിടേക്കാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യേണ്ടത് എവിടേക്കാണ് ബോർഡർ മീൻസ് എവിടെ വരെയാണ് മതിലിട്ടേണ്ടതെന്നൊക്കെ നോക്കാൻ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് ഡോറല്ല ജനലിൻ്റെ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് ഡോറൊക്കെ പെയിൻ്റാക്കി വെച്ചിട്ടുണ്ട് ഇക്കാൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ എഞ്ചിനീയർ അൻവർ എന്നാണ് പേര് നമ്മുടെ വീടിൻ്റെ സ്റ്റാർട്ടിങ് ടു ഇതുവരെ നമ്മുടെ കൂടെയുള്ള ആളാണ് പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ ആർക്കിടെക്റ്റ് ആണ് ഷെഫീഖ് എന്നാണ് പേര് ആള് ഇന്റീരിയർ ബേസും നമ്മുടെ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്യുന്നത് അവരാണ് അല്ല ഈ ബ്ലാക്ക് അവിടെ കൊടുത്തില്ലേ അത് അവിടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഫ്രണ്ടിൽ കൊടുക്കാല്ലേ അല്ലേ ഈ വോളല്ലേ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഫ്രണ്ടിലില്ല ആ പുറത്ത് അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അവിടെ ഒന്നും ഇല്ല നമ്മളെ ബെഡ്റൂംസിൻ്റെ ഡോറാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ ഈ ഒരു സാധനം എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു മറന്നുപോയി അതൊക്കെ പിടിപ്പിച്ച് 4 ഡോറ് ഇവിടെ ഗ്ലാസിൻ്റെ ഡോർ എത്തുന്നുണ്ട് ഇത് കിച്ചൺ ഡോറാ ലാസ്റ്റ് വ്ളോഗിൽ ഈ മരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തേക്ക് വീടിൻ്റെ അകത്ത് പിന്നെ അതും ഈ പറഞ്ഞ പോലെ ഈ താഴെ ഉണ്ടല്ലോ
ടൈൽസ് കേടാവാണ്ടിരിക്കാൻ വേണ്ടി ഇട്ട സാധനമാണ്. ഓൾറെഡി ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഫുൾ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, ഇത് ടൈല് ഇവിടെ ഉണ്ട്. ടൈല് കേടാവാണ്ടിരിക്കാൻ വേണ്ടി ഇടുന്ന സാധനമാണിത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കച്ചറായി കിടക്കുന്നത്. ഇത് കാണുമ്പം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ആകെ മൊത്തം കച്ചറയാണല്ലോ അകത്ത്. പിന്നെന്താ, ഇവിടെയൊക്കെ കണ്ടോ ടൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. പൊടിയാണ്. ബെഡ്റൂം പിന്നെയും കാണിക്കുന്നുണ്ട്. ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. മീൻസ് ജനലിൽ ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ ബേ വിൻഡോ വെച്ചുകൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ആണ് ബേ വിൻഡോസ്. അത് ഞങ്ങൾ വയ്ക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം വീണ്ടും സ്പേസ് പോകും. പിന്നെ കുറേ സ്പേസ് ഓൾറെഡി ഇത് വലുപ്പമുണ്ട്. അപ്പം ബേ വിൻഡോ ഞങ്ങൾ ഹാളിലേക്ക് മാത്രം വെച്ചിട്ടുള്ളൂ. എല്ലായിടത്തും വേണ്ടാന്നന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ബേ വിൻഡോ പ്ലസ് മറ്റേ ടെഫൻ ഗ്ലാസ് വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് തുറന്നിട്ടുള്ള ഗ്ലാസ് വേണം. അപ്പോൾ നമ്മളുടെ ഒരു പേഴ്സണൽ ഇഷ്ടമല്ലേ ഇതൊക്കെ. അപ്പം സാധാ ജനൽ മതി എന്ന് പറഞ്ഞു. ഭംഗിനേക്കാളും കൂടുതൽ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് ഈ വീട്ടിൽ കൂടുതലും എടുത്തിട്ടുള്ളത് കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഭംഗി ഉണ്ടാവും ചില സാധനങ്ങൾ വെച്ചാൽ. നമ്മൾ ആർക്കിടെക്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കിടെക്റ്റ് കുറേ മോഡൽസൊക്കെ പറഞ്ഞത് അതിൽ കുറച്ച് സംഭവങ്ങൾ ഞാൻ എൻ്റെ രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് സേഫ്റ്റി ഇഷ്യൂസ് കൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എൻജിനീയർ അൻവർക്കാട് ഓഫീസ് വരുന്നത് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകും. നെരാലയാണ്. ഹോം ടെക് എന്നാണ് ഓഫീസിൻ്റെ പേര്. നിങ്ങളെ കൊണ്ടാന്ന് ഇല്ല, അതെന്താ വെച്ചാൽ ഞങ്ങൾ തന്നെ ഡിലാക്കിയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. മൂപ്പര് തിരക്ക് കൂട്ടും. പക്ഷേ നമ്മൾ എന്താണ് ഓരോ സാഹചര്യം കൊണ്ട് എല്ലാവർക്കും സാഹചര്യങ്ങൾ അറിയാമല്ലോ, ഇക്കാരുടെ സാഹചര്യമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിലേ ആക്കിയായിരുന്നു കേട്ടോ. വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പർക്ക് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് മൂപ്പര് ഡിലേ ആക്കിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അതിന് മുമ്പ് കക്കൻ്റെ വീട്ടിൽ കയറി അവിടുന്ന് കലത്തപ്പം തിന്നു. ഇത്തുണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് പാക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് മീൻ നോക്കണം. ഇപ്പോൾ സമയം എത്ര മണിയായി? സമയം എത്രയാ? 11:45. റൂഹിനെ 12 മണിക്ക് അവിടെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ വൈലത്തൂരിൽ നിന്ന് മീൻ വാങ്ങിക്കാൻ പോയതാണ് ഇക്ക ഉച്ചത്തേക്ക് മീൻ കറി ഉണ്ടാക്കാൻ. എന്ത് മീൻ കിട്ടി? ഫ്രഷ് അയിലട്ടി. നിങ്ങൾ ഈ ഐലൻഡ് ഒരാളാണ്. പുലിമുരുകന് മാന്തം. അല്ല, പുലിമുരുകൻ ഞാൻ മുറിക്കണ്ടെങ്കിൽ അത് വലിയതാ. അല്ല വലിയതല്ല, കുഴപ്പമില്ലാത്ത വലിപ്പം. മാന്തൽ പൊരിച്ച മണം. മാന്തം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. റോയിൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. റോസ് എന്ന സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. റീനുവിന് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പോവാനുണ്ട്. റോയിനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ആദ്യം. കാരണം നമ്മളിവിടെ എത്തിയപ്പോഴേക്കും 12:09. 12 മണിക്ക് റോയിനെ വിടും. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ആള്. പാവാണ്. നിങ്ങൾ പോയിട്ടുണ്ടോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. വരുന്ന ചാടിക്കളിച്ച് ഓടിക്കളിച്ച്. കുട്ടു, ഹായ് കുട്ടു. ചക്കര കുട്ടിയുടെ വെള്ളം പോണ്ടാ? നോക്കട്ടെ. ആര്? അതാരാ SSCV? സ്കൂളത്തെ ഓറഞ്ച് കളർ ബിസ്ക്കറ്റ് തന്നാ? തിന്നാ? എനിക്ക് തന്നിട്ടില്ല. തന്നില്ല? എനിക്ക് സങ്കടമായി. ഓറഞ്ച് കളർ ബിസ്ക്കറ്റ് തിന്നിട്ട്. എന്തോ സിവി, എന്താണ് സസസിവി? അല്ല, റൂയി ചോക്കോസ് തിന്നപ്പോ ആ കുട്ടിക്ക് സങ്കടമായ. റോയിക്ക് പക്ഷെ റോയിന്റെ അല്ലേ ഫേവറേറ്റ് ബിസ്ക്കറ്റ് അല്ലത്. ഐറിൻ ഫ്ലവറിന്റെ ബിസ്ക്കറ്റ് എന്ന് ബാക്കിയുള്ളവർക്ക് ചോക്കോസ് കൊടുത്താ? ഐറിൻക്ക് കോൺഫ്ലെക്സ് കൊടുത്താ? എന്താ കഴിക്കണം? രാവിലെ കൊണ്ടേ തന്നെ. കേറി 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 കുട്ടാ. സീറോ ആക്കരുതിട്ടാ.
നല്ല കുട്ടിയാണ്. അമർത്തരുത്. പോയി അത് ചെയ്തിട്ട് അപ്പൊ വെറുതെ ലിഫ്റ്റ് അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കും. ചെയ്യരുത് പോലും കേട്ടാ. അത് മതി, വേറെ ചെയ്യരുത് കേട്ടാ. റോയിന്ന് ഡാൻസ് കളിച്ചാ? മാം എന്താ പറഞ്ഞേ? ഇല്ലല്ലേ. അപ്പൊ നമ്മൾ മീൻ വാങ്ങിച്ച് മീൻ കറി ഉണ്ടാക്കി. ഇത് നമ്മുടെ പുലിമുരുകൻ മാന്തളാണ്, പുലിമുരുകൻ എന്ന് പറയും. മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി കൂട്ടാൻ കാണിച്ചു തരാം. എന്താ റൂഹി, കിടക്കാൻ വേറെ എവിടെ സ്ഥലമില്ല? ഇല്ല. ആഹാ, റൂഹിന്റെ മാറ്റാണ്. ഓക്കെ, സ്ക്വയർ ആണത്. ഓക്കെ, നല്ല അടിപൊളി മീൻ മുളകിട്ടതാണ്, അയില മുളകിട്ടതാണ്. പിന്നെ ഉമ്മ വീട്ടിൽ പോയപ്പോൾ അവിടെ നേരത്തെ ഉണ്ടാക്കിയിരുന്നു കൂട്ടാൻ, താളും ചേമ്പും കൂടിയുള്ള കൂട്ടാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ എക്സ്ട്രാ ഉണ്ടാക്കേണ്ടി വന്നില്ല. പിന്നെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്, ചോറ്. ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാൻ. വന്ന പാടന്നെ ദിമക്കനായിരുന്നു. ഫുള്ള് പണിയാണ്, റെസ്റ്റ് ഇല്ലാണ്ട് ഓട്ടാടുന്ന. രാവിലെ നീറ്റാ, സുബിക്ക് മുമ്പ് നീച്ചതാ, പിന്നെ കിടന്നിട്ടില്ല. ഇപ്പോൾ സമയം 2:10. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനിയും പണിയുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട്, എന്താ പറയുക, എൻ്റെ വീട്ടിലോട്ട് പോകാനുണ്ട്. വേറെ കുറേ പണികൾ പെൻഡിങ് കിടപ്പുണ്ട്. വൈകുന്നേരം ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടാണ്ട് അതിന് റെഡിയാക്കാണ്ട് വീഡിയോ. അങ്ങനെ ഇപ്പോൾ ഫുൾ ബിസി ആയിട്ടുള്ളൊരു ലേഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാ, അങ്ങനെ തന്നെ ആവട്ടെ. പറയാൻ വിട്ടുപോയി, ഇത് കലത്തപ്പം, മൂത്തച്ഛൻ്റെ സ്പെഷ്യൽ. അടിപൊളി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു പീസ് വെറുതെ കടിച്ചു വയ്ക്കുന്നതാണ്. നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോഴത്തേക്ക് എന്താ സ്പെഷ്യൽ? റോഹിൻ്റെ ടോയ്സൊക്കെ കൊണ്ട് വെച്ചിരിക്കണം. ഇക്ക പിന്നെ ഈ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ചോറ് വയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാതും കൂടി ഇങ്ങോട്ടേക്ക് മാറ്റി. നമ്മളെ ഈ മീൻ കറീൻ്റെ കയ്യിലിൻ്റെ സൈസ് ഉണ്ടോ? എനിക്ക് ഈ കഷ്ണമാണ് ഇഷ്ടം. ഓക്കെ, കൂട്ടാൻ ഒരു മാന്തളം. ഓക്കെ, മോരൊക്കെ ഉണ്ടാക്കി നിങ്ങൾ? മോരൊക്കെ ഉണ്ടാക്കാം. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഏത് മീൻ കറീൻ്റെ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. കൂട്ടാനും കറിയും പൊരിച്ചതും. മോര് ടേസ്റ്റ് ഉണ്ടോ നോക്കി, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് പിന്നെ അത്ര പോരുണ്ടാവില്ല, നീ ഉണ്ടാക്കിയല്ലോ, പെർഫെക്റ്റ് ആവില്ല, ചിരിപ്പുളി കുറവുണ്ട്. ഐശ്വര്യ അവൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താ നിങ്ങൾ കുടിക്കുന്നത്? കോംഫ്ലെക്സ്. ഇതെന്താന്ന് പോലെ ചോക്കോസ് ആണ്. ഫ്രൂട്ട് ചോക്കോസ്. റോസിന് വേണ്ടേ? റോസ് കുടിച്ചാ? പാത്തു കളയാതെ കുടിക്കും. അടുത്ത് വെക്കിട്ടാ, ഇങ്ങോട്ട് വെക്ക, അടുത്ത് വെക്കിട്ടാ. എന്താ കഞ്ഞി കുടിക്കുക നിങ്ങള്? റൂയി ആരാ പോന്നിക്കണത്? റൂയിന്റെ ഫ്രണ്ട്സാ വന്നിക്കണത്. മായിത്ത് തീർക്കട്ടെ. ഊയിത്താത്ത വിളിച്ചാ? ഊയിത്താത്ത വിളിച്ചോ? അമ്മ ഊയിത്താത്ത വിളിക്കൂ. ഊയിത്താത്തന്ന് എല്ലാരും ഊയിത്താത്ത വിളിച്ചു. നല്ല കുട്ടികളാണ് കേട്ടോ. കഞ്ഞി കുടിക്കാണ്, കോൺഫ്ലെക്സ് കഞ്ഞിയാണ് കുടിക്കുന്നത്. അത് ഷിഫത്താത്തേ പാലാർക്കെയും കൊടുത്താലേന്ന്.
ഞാൻ കുറച്ച് അതില്ല അത് വിട്ടേ വേണ്ട. യെല്ലോ തരാം അവിടെ വെക്കാം വെക്കും കണ്ട കണ്ട എന്ത് ഇത്ര അധികം പാലിട്ട് കൊടുത്തിരിക്കുന്നത്? 3 കയ്യിലാണ് ആ നല്ല കുട്ടി, വെരി ഗുഡ്. ഇവിടെ പാല് കുടി മത്സരമായിരുന്നു. പാല് കുടിക്കാത്ത കുട്ടികൾ പാല് കുടിച്ചു. എല്ലാം കൂടി അത് പറ്റില്ല അതാ അത് വരുന്നു, അത് വരുന്നു. എല്ലാരും കൈ നീട്ടത്. ആ റോസ് എന്തെങ്ങനെ നിമൂന്റെ കൂടി ഇരിക്കരുത്. ഓർക്കത്തിൽ നീച്ചായിരിക്കും എല്ലാവരും പാല് കൊടുക്കണം കേട്ടോ വെറുതെ. ഒരു കുഴപ്പമില്ല, അവള് വെറുതെ എല്ലാരും കൂടി കണ്ടപ്പോ സ്റ്റൈലാക്കിയത്. ആ പാലിട്ട സാധനം പോയിണ്ടല്ലേ. ഞാൻ നിങ്ങൾ വോയിസ് അയച്ചു അവർ പെട്ടെന്ന് വന്നായിരുന്നു. അപ്പോൾ മീൻകറി ഓൾറെഡി ഉണ്ടാക്കിയതുണ്ടല്ലോ, ഉച്ചത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു പൊറോട്ടയും കൊണ്ടുവന്നു, പിന്നെ കുറച്ച് ലോഡഡ് ഫ്രൈസ് വാങ്ങിച്ചു പുറത്തുനിന്ന്. അബു അബു ഇവിടേക്ക് ഹായ് പറഞ്ഞ. അബു പറഞ്ഞേ. റൂഹി അബു അബു ഒരു ഹായ് പറ. അബു എന്താണ് മുടി റൂഹി? പാത്തു പാത്തു ഹായ്. എന്താ കളിക്കണേ പാത്തു? സന്തോഷായ? റൂഹിന്റെ ഫ്രണ്ടാണ് അബു.